ഏസിന് ഈ റെഡിയായി പോകുന്നത് പള്ളിക്കലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 12:30 12:45 നമുക്ക് ഡയറക്റ്റ് ഒരു ബസ്സുണ്ട്. അത് പള്ളിക്കലാണ് കേട്ടോ നിർത്തുന്നത്. അതായത് ഷിഫാനയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തി തരാറുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഈ ബസ്സിൽ പോകുന്നതുകൊണ്ട് അവർക്കൊക്കെ നമ്മളെ പരിചയമാണ് കേട്ടോ. അതുകൊണ്ട് ആ ബസ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏസൻ ചാത്തന്നൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സമയത്ത് എന്നും ഉറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏസൻ നല്ല സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പാരിപ്പള്ളി ജംഗ്ഷനിൽ മാത്രമാണ് കുറച്ചൊക്കെ ഒരാളും ബഹളവും ഉള്ളത്. ബാക്കിയെല്ലാം നല്ല ഒഴിഞ്ഞ സ്ഥലമാണ്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. കുറേ ദിവസത്തിന് ശേഷമാണ് പള്ളിക്കലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ മെയിൻ്റെനൻസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊടി ആയതുകൊണ്ടാണ് വരാൻ മടിച്ചത്. പക്ഷേ ഇപ്പം പൊടിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പെയിൻറ്റിങ് മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. വന്ന ഉടനെ ഷിഫാന പൈനാപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റായിരുന്നു. ദാഹിച്ച് വലഞ്ഞാണേ വന്നത്. ഉച്ച സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഷിഫാന എല്ലാ കറികളും റെഡിയാക്കി വെച്ചേക്കുന്നത് കൊണ്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ആർത്തിയും ഉണ്ടായിരുന്നേ. ഏസൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഷിഫാന ഏസന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സാമ്പാർ സാദം റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വന്ന പാടെ. ഇത് ഷിഫാന ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ അച്ചാറാണ്. ഈത്തപ്പഴവും നാരങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയതാണ്. പനിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഒരാൾക്ക് പനിയാണ് കേട്ടോ. അത് ഇവന് സ്കൂളിലൊന്നും പോയിട്ടില്ല. അവന് വേണ്ടിയിട്ട് പൊടിയരിക്കഞ്ഞിയും വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് നേരെ വന്ന് ചോറിടുന്നുണ്ട് കേട്ടോ. വിശപ്പിൻ്റെ വിളി വന്നതോടുകൂടി എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലേ. ഞാൻ നേരെ വന്ന് മീൻകറിയും ചോറും അവിയലും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിക്കുകയാണ് കേട്ടോ. അകത്തിരുന്നൊന്നുമല്ല കഴിക്കുന്നത്, പുറത്തിരുന്നാണ് കഴിക്കുന്നത്. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നേ പണിക്ക്. അതുകൊണ്ട് തന്നെ അകത്ത് മൊത്തം ആളാണ്. ഞാനതുകൊണ്ട് പുറത്തിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഷിഫാന പറയുന്നത്, ഞാൻ ഇന്നിട്ട ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറുണ്ട്, വേണമെങ്കിൽ അതും കൂടി എടുത്ത് കഴിക്കുക, നല്ല ടേസ്റ്റാണെന്നേ. എനിക്ക് ഈ ഈത്തപ്പഴം നാരങ്ങ അച്ചാറൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. മധുരം എരി അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അതെടുത്തില്ല. പക്ഷേ ഈ മാങ്ങ അച്ചാർ ഒരു രക്ഷയില്ലായിരുന്നേ. കുറേ നാൾക്ക് ശേഷം കൂട്ടുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഈ മാങ്ങ ഒരുപാട് വെന്തുടയുന്ന ഇഷ്ടമല്ലേ. നമ്മളിങ്ങനെ കടിക്കുമ്പം കറുമുറാന്നിരിക്കണം കേട്ടോ. എന്തായാലും നല്ല അച്ചാറായിരുന്നു. ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നൊരു ചോക്കോ പയ്യ പോലത്തെ സാധനം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. വീടിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.